ഈശാന്യമൂലൻ ആഞ്ഞടിക്കുമ്പോഴും, പ്രയാസം തോന്നുമ്പോഴും, വൈഷമ്യം മേടുകൾ കടന്നു വരുമ്പോഴും, വിഷമിച്ച് ദുഃഖിച്ച് എല്ലാം അവസാനിക്കുന്നു, പ്രാണൻ പോകുമെന്ന് തോന്നിപ്പോകുന്ന, കഥ കഴിയുമെന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ഇവിടെ നിന്ന് രക്ഷപ്പെടത്തില്ല, ഇവിടെ നിന്ന് ശരിയാവില്ല, അപ്പുറത്തേക്ക് പോകണമെന്ന് മനസ്സ് വെമ്പൽ കൊള്ളുമ്പോഴും, ഈ വീട് വിട്ട് ഞാൻ ഓടും, ഈ വീട്ടിൽ ഞാൻ നിൽക്കത്തില്ല, ഇനി ആ ചർച്ചിലേക്ക് ഞാനില്ല, ഇനി ആ കമ്പനിയിലേക്ക് ഞാനില്ല, ഇനി ഈ ദേശത്ത് ഞാൻ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചോടി ഓടിപ്പോകാൻ നീ നോക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവജനമേ, നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുവിൻ. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ദൈവത്തിന്റെ ദൂതന്റെ പ്രത്യക്ഷതയുണ്ടായി. ആ ദൂതൻ അവനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ, നീ ഭയപ്പെടരുതെന്ന് പറഞ്ഞു. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ ഉള്ളവർക്കും ഒരു ദോഷവും വരത്തില്ല എന്നോട് പറഞ്ഞു. എന്നോട് അരുളി ചെയ്ത ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് താൻ പറയുന്നു.